എനിക്ക് വേണ്ട എന്ന് വിചാരിക്കാൻ കഴിയട്ടെ. ഒരിക്കലൊരു മധ്യവയസ്ക ഒരു ആശ്രമത്തിലെത്തി. അവർ ഗുരുവിനോട് പറഞ്ഞു, ഗുരു, എനിക്ക് സമാധാനം വേണം. ഗുരു ഒരു കടലാസും പെൻസിലും കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് ഒന്ന് എഴുതി കാണിക്കൂ. അവർ ആ കടലാസിൽ എഴുതി, എനിക്ക് സമാധാനം വേണം. ഗുരു പറഞ്ഞു, അതിൽ ആദ്യത്തെ വാക്ക് നിങ്ങൾ അങ്ങ് വെട്ടിക്കളയൂ. അവർ അങ്ങനെ ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ബാക്കി വായിക്കൂ. അവർ വായിച്ചു, സമാധാനം വേണം. വീണ്ടും ഗുരു പറഞ്ഞു, അതിലെ അവസാന വാക്കുകൂടെ വിട്ടു. അവർ അങ്ങനെ ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ഇനിയും ആ വെട്ടിക്കളഞ്ഞ വാക്കുകൾ മാത്രം വായിക്കൂ. അവർ വായിച്ചു, എനിക്ക് വേണം. ഗുരു പറഞ്ഞു, നിങ്ങൾ വെട്ടിക്കളഞ്ഞ ഈ വാക്കുകൾ ജീവിതത്തിൽ നിന്ന് തന്നെ വെട്ടിക്കളഞ്ഞാൽ സമാധാനം ഉണ്ടാവും. എനിക്ക് വേണം എന്ന ചിന്തയാണ് കുടുംബത്തിലും സമൂഹത്തിലും രാഷ്ട്രീയത്തിലും സമാധാനമില്ലാതാക്കുന്ന ഘടകം. ഒരു ജ്യേഷ്ഠനും അനുജനും കൂടി ഒരടി സ്ഥലത്തിൻ്റെ പേരിൽ കലഹിക്കുകയാണ്. എന്നാൽ ജ്യേഷ്ഠൻ ഇങ്ങനെ പറഞ്ഞു എന്ന് കരുതുക, എനിക്ക് വേണ്ട, നീ അത് എടുത്തുകൊള്ളൂ എന്ന്. കലഹം തീർന്നില്ലേ? സമാധാനമായില്ലേ? അല്ല, അനുജൻ ജ്യേഷ്ഠനോട് അങ്ങനെ പറഞ്ഞാലും സമാധാനമാകുമല്ലോ. എനിക്ക് വേണം എന്ന സ്വാർത്ഥ ചിന്ത എവിടെയെല്ലാം നിലനിൽക്കുന്നുവോ അവിടെ ഒരിക്കലും സമാധാനമുണ്ടാവില്ല. രാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിൻ്റെയും ഒരു പ്രധാന ഘടകം എനിക്ക് വേണമെന്ന ചിന്ത തന്നെയാണ്. അതൊരു പക്ഷേ അല്പം സ്ഥലമാവാം, അല്ലെങ്കിൽ ഒരു പദവിയാകാം, അല്ലെങ്കിൽ മറ്റെന്തുമാവാം. അത് അവർ എടുത്തുകൊള്ളട്ടെ എന്ന് വിചാരിക്കുമ്പോൾ സമാധാനമുണ്ടാവും. മിക്ക കുടുംബങ്ങളിലെയും കലഹത്തിന് കാരണം ഇതുതന്നെയാണ്. ഭർത്താവും ഭാര്യയും തമ്മിലും, മാതാപിതാക്കളും മക്കളും തമ്മിലും, സഹോദരങ്ങൾ തമ്മിലും, അയൽക്കാർ തമ്മിലും എല്ലാമുള്ള പ്രശ്നങ്ങളുടെ കാരണം സ്വാർത്ഥത മാത്രമാണ്. എനിക്കത് ലഭിക്കാതെ ഇരിക്കുന്നത് അനീതിയാണ് എന്നാണ് മിക്കവരും കരുതുന്നത്. എനിക്കത് വേണ്ട, അവൻ അല്ലെങ്കിൽ അവൾ എടുത്തുകൊള്ളട്ടെ എന്നു ഞാൻ കരുതാതിരിക്കുന്നത് അനീതിയാണെന്ന് ആർക്കും തോന്നാറില്ല. എനിക്ക് ലഭിക്കുന്നില്ല എന്നതിനേക്കാൾ വലിയ അനീതി ഞാനത് വിട്ടുകൊടുക്കുവാൻ സന്നദ്ധനല്ല അല്ലെങ്കിൽ സന്നദ്ധയല്ല എന്നുള്ളതല്ലേ. ജീവിതം സന്തോഷകരമാകണമെങ്കിൽ നീതിയും സമാധാനവും ജീവിതത്തിൽ സാധ്യമാവണം. അതിന് ഏറ്റവും വലിയ തടസ്സം നമ്മിലെ സ്വാർത്ഥത തന്നെയാണ്. നീതിയും സമാധാനവും സന്തോഷവും ജീവിതത്തിൽ സ്വായത്തമാക്കുന്നത് പോലെ ഭാഗ്യകരമായ ഒരു അനുഭവം വേറൊന്നുമില്ല. ലോകം മുഴുവൻ സ്വന്തമാക്കിയാലും സമാധാനമില്ലെങ്കിൽ എന്തു ഗുണം? എനിക്ക് വേണം എന്ന ചിന്തയ്ക്ക് പകരം എനിക്ക് വേണ്ട എന്ന് ചിന്തിക്കുവാൻ കഴിഞ്ഞാൽ നാം സ്വർഗത്തിലാണ്. ഭൂമിയിൽ നിന്നകന്ന് മറ്റൊരു സ്വർഗത്തിൽ പോകുവാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. എനിക്കത് വേണ്ട എന്ന് ചിന്തിക്കുവാൻ കഴിയാതെ അങ്ങനെ ഒരു സ്വർഗം അവർക്കൊരിക്കലും സിദ്ധിക്കുകയില്ല. ജീവിക്കുന്നിടം സ്വർഗമാക്കണം. അതിന് എനിക്ക് വേണമെന്ന് വിചാരിക്കുന്നതൊക്കെ എനിക്ക് വേണ്ട എന്ന് വിചാരിക്കുവാൻ നമുക്ക് കഴിയട്ടെ.